ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് വിറക് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നു കേട്ടോ. ഒരു ദിവസം ഇങ്ങോട്ട് ഞാൻ വീട്ടിൽ നിന്നാണ് വിറക് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ വീട്ടിൽ റബ്ബറൊക്കെ മുറിച്ച ആ സമയത്ത് ഇഷ്ടംപോലെ വിറകുണ്ടായിരുന്നു. അപ്പം എനിക്കുള്ളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അനിയത്തിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത്. ഇപ്പം ഇവിടുത്തെ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുവന്ന ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസമാണ് അച്ഛനമ്മയും വന്നത് കേട്ടോ. കൊണ്ടുവന്ന ദിവസം ഏട്ടൻ അങ്ങോട്ട് പോയിട്ട് ഏട്ടൻ അവിടെ നിന്ന് കൊണ്ടുവരിക ചെയ്തത്. വിറക് കയറ്റി ആ ഒരു വണ്ടിയിൽ തന്നെ അങ്ങോട്ട് പോന്നിട്ട് പോര ഉണ്ടായത്. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് വിറക് തട്ടിയിട്ടതേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഈ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതൊക്കെ അടുക്കി വയ്ക്കാനും ഒക്കത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം അവർ രാവിലെ ഒരു 10-11 മണി ആ സമയത്താണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ പെട്ടുള്ളൂ. പിന്നെ ഫോണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ഫോണ് വീഴുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അന്ന് തന്നെ ഡിസ്പ്ലേക്ക് ചെറിയൊരു വര പോലെ തോന്നിയിരുന്നു. പിന്നെ ഞാനത് വലിയ കാര്യമാക്കിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം ഫോണ് ഓണായില്ല കേട്ടോ. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛനും അമ്മയും വന്ന സമയത്ത് ഫോൺ നോക്കുമ്പോഴാണ് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോൺ എടുത്തപ്പോഴാണ് ഫോൺ ഓണാവണേ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാൻ അമ്മയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം ആ സമയത്ത് അവർ വന്ന സമയത്തൊന്നും ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. പിന്നെയാണ് എനിക്ക് ആ ഫോണിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായി. അപ്പം പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ അതിലും ഞാൻ എടുത്തു കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയുടെ ഫോണിൽ നിന്നും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഉണ്ടാക്കണത്. ഏട്ടൻ രാവിലെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പൊടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീർദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നീർദോശ ഉണ്ടാക്കുമ്പോൾ അധികം കട്ടിയില്ലാണ്ട് ഉണ്ടാക്കണം കേട്ടോ. കട്ടി കൂടാതെ മാവ് നമ്മൾ കലക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ അത് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അനുമോളും പൊന്നും രാവിലെ തന്നെ നല്ല ചിത്രം വരയിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളില്ലാത്ത ദിവസമാണ്. പൊന്നും എന്തൊക്കെയോ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. കോലായിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കായിരുന്നു. പിന്നെ വരഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വര. അപ്പോൾ ഞാൻ ഫസ്റ്റ് നീർദോശ കലക്കിയപ്പം കുറച്ച് ഫസ്റ്റത്തെ ദോശ ഉണ്ടാക്കിയപ്പം അത് കുറച്ച് കട്ടി കൂടിപ്പോയിട്ട് അതുകൊണ്ട് അത് ശരിയായില്ല. പിന്നെ സെക്കൻഡ് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പം ഇത് ശരിയായി കേട്ടോ. ആദ്യം ഉണ്ടാക്കണത് എപ്പോഴും ഇല്ല കേട്ടോ. നമ്മൾ പാന് നന്നായി ചൂടായ ശേഷമായിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അധികം തിക്കായിട്ടിരിക്കാനും പാടില്ല. അപ്പം അങ്ങനെ ഞാൻ നീർദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അനുമോളുടെ ചിത്രം നേരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് എന്തൊക്കെയോ കാട്ടി വരച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ശരിയായിട്ടൊന്നുമില്ല. അധികം ഇതിലും നന്നായിട്ട് ചിത്രം വരയും കേട്ടോ. രണ്ടുപേരും നന്നായി ചിത്രം വരയും. കുറച്ച് സമയത്തിന് കറണ്ട് ഉണ്ടാകുന്നില്ല കേട്ടോ. ഞാൻ ദോശ ചുടുന്ന ആ സമയം കുറച്ച് സമയം കറണ്ട് ഉണ്ടാകുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കറണ്ടൊക്കെ വന്നു. അപ്പം നീർദോശയ്ക്ക് ഞാൻ വെറുതെ പഴം വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നെയ്യിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പം ഒരു കറി ഉണ്ടാക്കാനുള്ളൊരു മടിയും കൂടെ കാരണം ഞാനങ്ങനെ വിചാരിച്ചതായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് പിന്നെ കറി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പഴം വാട്ടിയെടുത്തു. പിന്നെ ഞാൻ ഒരു ഉള്ളി തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി കേട്ടോ. അപ്പം നീർദോശയ്ക്കല്ലെങ്കിലും കറി വേണം കേട്ടോ. അപ്പോൾ അതാണ് അതിൽ പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടൊക്കെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ
ഞാനിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാതെ തന്നെ ഇത് കുട്ടികൾക്ക് എങ്ങനെയും കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് കറി തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഈ പഴം വാട്ടിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതും കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ അടിക്കൽ തുടയ്ക്കൽ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അപ്പത്തിനും അച്ഛനും അമ്മയും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന സമയത്താണ് പിന്നെ ഞാൻ ഫോണ് നോക്കിയത്. അപ്പോൾ ഫോണ് പിന്നെ ഓണായില്ല കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ഒന്നും കൂടെ സ്വിച്ച് ഓഫ് ആക്കി തുറക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുറേ അമർത്തി നോക്കി, സ്വിച്ചുകളൊക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കി, ശരിയായില്ല. പിന്നെ ഇത് അമ്മയുടെ ഫോണിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് കളറൊക്കെ കമ്മി ഉണ്ടാവും. ഞാൻ ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ വിറക് അടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അപ്പുറത്തെ ഏട്ടൻ്റെ വീടിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വിറക് തട്ടിയിട്ടുള്ളത്. അപ്പോൾ അന്ന് വീട് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വിറകുകളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നു കേട്ടോ. അമ്മയും അച്ഛനും വരുമ്പോൾ പൊറോട്ടയും കോഴിക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും വിറകെടുക്കാൻ പോയി. പിന്നെ ഞാൻ രാവിലെ ചിക്കൻ ഏട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ വണ്ടിയിൽ അങ്ങനെ കൊടുത്തു വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചിക്കൻ വെച്ച സമയത്ത് പിന്നെ അമ്മ അടുക്കളയിലേക്ക് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തതാണ് കേട്ടോ. അച്ഛനമ്മയും വരുമ്പോൾ ഓറഞ്ചും ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അനുമോൾ അപ്പം മുതൽ തുടങ്ങിയതാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആപ്പിളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൊണ്ടുവന്നാൽ അവളിങ്ങനെ കഴിച്ചും കൊണ്ടേ നിൽക്കും. അപ്പോൾ അവൾ അതെടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്. പൊന്നിന് പിന്നെ അങ്ങനെ നമ്മൾ കൊടുത്താലേ ഉള്ളൂ കേട്ടോ കഴിക്കുക. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മനെയും കൊണ്ട് വെപ്പിക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് മഴയൊക്കെ വരുമ്പോഴത്തേനും അവർ വേഗം അതൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ പിന്നെ ഞാൻ അമ്മനെ വിളിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ റെഡിയാക്കി. അതിന് ഉപ്പേരിയായി, പിന്നെ ചിക്കനുമായി. കറി പിന്നെ അമ്മ കൊണ്ടുവന്നു കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ സാമ്പാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അമ്മ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ കറിയൊന്നും വെക്കേണ്ടി വന്നില്ല. അപ്പോൾ വിറക് ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അനുമോളും പോയി വിറക് അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് അതിലൊന്നും വിറക് കൊണ്ടുവരാനും ഒന്നിനും പറ്റിയില്ല കേട്ടോ. ഞാൻ അടുക്കളയിൽ അങ്ങനെ നിന്നതുകൊണ്ട്. അപ്പോൾ അച്ഛനിതാ വിറകൊക്കെ അടുക്കി വെക്കുന്നുണ്ട്. പിന്നെ അവർ വൈകുന്നേരം ആണ് കേട്ടോ പോയിട്ടുണ്ടാകുന്നത്, വിറകടുക്കലും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്